ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഞാനാണ് SMTT പ്രോ പ്ലസ് ടൂളിൻ്റെ ക്രിയേറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ട്രേഡറാണ്. ഓക്കെ, നമ്മളുടെ വെബ്സൈറ്റിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മളുടെ ടൂളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നമുക്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരു പ്ലേലിസ്റ്റ്, അതായത് എഡ്യൂക്കേഷണൽ വീഡിയോസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു 1 by 1 ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് SMTT പ്രോ പ്ലസ് ടൂൾ. ഓക്കെ, ടൂളിൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളൊന്നുമല്ല, ഓവറോൾ ആയിട്ട് ഈ ടൂൾ എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ SMTTയുടെ ഫുൾ ഫോം നമുക്ക് നോക്കാം. സ്മാർട്ട് മണി ട്രാക്കിംഗ് ടൂൾ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അതായത് സിസ്റ്റമാറ്റിക് ട്രെൻഡ് ട്രേഡിംഗ് കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിനെയും ലോവർ ടൈം ഫ്രെയിമിനെയൊക്കെ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കി ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ പൊസിഷനിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് എല്ലാ രീതിയിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇൻഡെക്സിൽ യൂസ് ചെയ്യാം. അതായത് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയിൽ, സെൻസെക്സ് അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതർ മാർക്കറ്റ് ആണെങ്കിൽ, അതായത് ഇപ്പം നമ്മളുടെ NSEയിലുള്ള എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ട്രേഡിംഗ് വ്യൂവിൽ വരുന്ന എല്ലാ സ്ക്രിപ്റ്റിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈവൻ ഫോറക്സിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ യൂസ് ചെയ്യാം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തില്ലേ, ഇതുണ്ടോ, ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്ന എല്ലാ സിമ്പിൾസിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് ഒരു പ്യുവർ പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ് കൂടി ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ SMC ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അതായത് സ്മാർട്ട് മണി കൺസെപ്റ്റ്, അവർക്ക് കൂടി ഈ ടൂള് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, SMCയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ ടൂളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഫർദർ ആയിട്ടുള്ള വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഇത് അൽഗോയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത് അൽഗോയായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഓൺ അൽഗോ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, നമ്മളുടെ സ്വന്തം പ്ലാറ്റ്ഫോം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കമ്മിങ് വെരി സൂൺ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിത് ഒരു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി അത് സാധിക്കും. അതിന് നമുക്ക് അലേർട്ടുകളുണ്ട്. ഓക്കെ, അതായത് ഓരോ എൻട്രി മോഡിൽ വരുന്ന അലേർട്ടുകൾ നമുക്ക് അൽഗോയിലേക്ക് കൺവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, അപ്പം ഓവറോളായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു സിസ്റ്റമാറ്റിക് ട്രെൻഡ് ട്രേഡിംഗ് കൺസെപ്റ്റാണ്. നിങ്ങൾ ഇന്ന് വരെ ഫോളോ ചെയ്തിട്ടുള്ള ട്രേഡിംഗ് കൺസെപ്റ്റ് ആയിരിക്കണം അത്. ഓക്കെ ആണ്, ബട്ട് ഇതിനകത്ത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിനെയും ലോവർ ടൈം ഫ്രെയിമിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ഡൊമിനൻ്റ് ആരാണ്? ഹയർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ കയറുന്നു, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി എടുത്തുകൊണ്ട് ഹയർ ടൈം ഫ്രെയിമിനെ പിന്തുടരുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഫർദർ വീഡിയോയിൽ. അതായത് ബിഗ് മണീസ് ആക്ടിവേറ്റ് ആകുന്ന ഏരിയാസ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ഈ ടൂള് എന്നുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ കണക്കാക്കരുത്. ഇതൊരു ട്രേഡിംഗ് കൺസെപ്റ്റാണ്, അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.